അതിനോടൊപ്പം തന്നെ CPM-ഉം വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി കാണിക്കണമെന്നാണ് CPM ഉന്നയിക്കുന്നത്. സർക്കാർ സംവിധാനത്തെ ഏകോപിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടയാൾ മുഖ്യമന്ത്രിയാണ്. ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഫീസ് ബ്രീഫ് ചെയ്യുമെന്ന നിലപാട് നിസ്സംഗ സമീപനമാണ് എന്നുകൂടി വിമർശനം ഉന്നയിക്കുന്നുണ്ട് CPM. ഗോപാൽ, ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഫീസ് ബ്രീഫ് ചെയ്യുമെന്ന നിലപാട് നിസ്സംഗ സമീപനമാണ്. മന്ത്രിമാരെ ചുമതല ഏൽപ്പിച്ച് മാറി നിൽക്കേണ്ട ആളല്ല മുഖ്യമന്ത്രി. കടമ നിർവഹിക്കാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ചെറിയ വീഴ്ചകൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സർക്കാർ തിരിച്ചറിയണമെന്നും CPM വിമർശിക്കുന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോഴും പല പ്രദേശങ്ങളും വെള്ളത്തിലടിയിലായിരുന്നു എന്നതിന് കെടുകാര്യസ്ഥതയുടെ തെളിവാണ് എന്ന വിമർശനം കൂടി CPM ഉന്നയിക്കുകയാണ്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോപാൽ, മാത്രമല്ല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. മുഖ്യമന്ത്രി ഉത്തരവാദിത്തം കാണിക്കണമെന്ന വിമർശനം തന്നെയാണ് CPM ഉന്നയിക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി ഏകോപിപ്പിക്കേണ്ടതുണ്ട്. കൃത്യമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബ്രീഫ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായി വൈകുന്നേരങ്ങളിൽ അത് ചെയ്തിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ചിരിക്കുന്നില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുമായിരുന്നു. ഇന്നിപ്പോൾ ചിരിക്കുന്ന മുഖ്യമന്ത്രിയുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ജനങ്ങളോട് സംസാരിക്കാൻ മടിയാണ് തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ആകെ നിറയുകയും ചെയ്യുന്നത്. പക്ഷേ UDF അതിനെ പ്രതിരോധിക്കുന്നുമുണ്ട്. നിപ്പ വന്നു, അതുപോലെ മറ്റ് പ്രശ്നങ്ങളുണ്ടായി, ഈ പകർച്ചവ്യാധികളുണ്ടായി. ഇതൊക്കെ സർക്കാർ കൃത്യമായി ഏകോപിപ്പിക്കുന്നുണ്ട്. PR പ്രചാരണങ്ങൾ മാത്രം ഇല്ല, അങ്ങനെയൊന്നാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ് UDF അതിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന മറുവിമർശനം എന്ന് പറയുന്നത്. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഗോപാൽ, പ്രതിപക്ഷ നേതാവും CPM പാർട്ടി എന്ന നിലയിലും വലിയ വിമർശനം ഉന്നയിക്കുകയാണ് സർക്കാരിന്റെ ഏകോപനത്തെ. അതെ മാധവ്, അതെ. ഒരു വശത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുമ്പോൾ മറുവശത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും രൂക്ഷമായ ഭാഷയിൽ തന്നെ ഈ വിഷയത്തെ വിമർശിക്കുകയാണ്. സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇടപെടാനുള്ള ഉത്തരവാദിത്തം മുഖ്യമന്ത്രി കാണിക്കണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നത്. സർക്കാർ സംവിധാനത്തെ ഏകോപിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടയാളാണ് മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി ഓഫീസ് ബ്രീഫിംഗ് ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന മറുപടി പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു നിസ്സംഗ സമീപനമാണോ നടത്തേണ്ടത് എന്ന ചോദ്യം കൂടി ഈ വാർത്താക്കുറിപ്പിൽ ഉന്നയിക്കുന്നുണ്ട്. മന്ത്രിമാരെ ചുമതല ഏൽപ്പിച്ച മാറി നിൽക്കേണ്ട ആളല്ല മുഖ്യമന്ത്രി, കടമ നിർവഹിക്കാതിരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന വിമർശനം കൂടി ഈ വാർത്താക്കുറിപ്പിലൂടെ CPM മുന്നോട്ട് വെക്കുന്നുണ്ട്. ചെറിയ വീഴ്ചകൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന പോരായ്മകൾ കൊണ്ട് മുന്നോട്ട് വരുന്ന കാലങ്ങളിൽ ഉണ്ടാവുക എന്ന് സർക്കാർ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോഴേക്കും പല പ്രദേശങ്ങളും വെള്ളത്തിലടിയിലായിരുന്നു എന്നത് കെടുകാര്യസ്ഥതയുടെ തെളിവാണ് എന്നും മുഖ്യമന്ത്രി ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാൻ തയ്യാറാകണമെന്നുള്ള ആവശ്യം കൂടി അദ്ദേഹം CPM ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നു. വലിയ പ്രതിഷേധങ്ങളിലേക്കും രോഷപ്രകടനങ്ങളിലേക്കും ഈ ഘട്ടത്തിൽ സംസ്ഥാനത്തെ എത്തിക്കരുത് എന്ന ഒരു മുന്നറിയിപ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതൊരു സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കമാണെന്ന് പറയേണ്ടി വരുമെന്ന് പറയുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഡാം തുറന്നു വിട്ടതുമായി ബന്ധപ്പെട്ട് കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഗോപാൽ, കേൾക്കാമോ? തീർച്ചയായിട്ടും അതെ. ഈ ഘട്ടത്തിൽ സർക്കാർ സംവിധാനങ്ങളെ CPM സംവിധാനങ്ങളും അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും അടക്കമുള്ള മറുവശത്ത് നിന്ന് രൂക്ഷമായ ആക്രമണങ്ങൾ ഉണ്ടായി വരികയാണ്. അതിനോടൊപ്പം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നുമുള്ള വലിയ തരത്തിലേക്കുള്ള വിമർശനങ്ങൾ, ട്രോളുകൾ അടക്കമുള്ളവ, അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ യാത്രയാകട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ മറുപടിയാകട്ടെ, ഇന്നത്തെ ചില ഉദ്ഘാടന പരിപാടികളാകട്ടെ, അതിനെല്ലാം തന്നെ രൂക്ഷമായ ഭാഷയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഓൺലൈനായും ഓഫ്ലൈനായിട്ടും വലിയ തരത്തിലേക്ക് വിമർശനം ഉന്നയിക്കുന്നു. നേരത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞത് സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു ദുരന്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. പിന്നാലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്കമിട്ട് നിരത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പോരായ്മകൾ, അതിനോടൊപ്പം തന്നെ ഡാം തുറന്നുവിട്ടതിലെ ആരോപണങ്ങൾ, പലതരത്തിൽ ഈ കാണാതായവരെ കണ്ടെത്തുന്നതിലുള്ള വീഴ്ചകൾ അടക്കമുള്ള ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവും മറുവശത്ത് വിമർശിക്കുന്നു. അതിന് പിന്നാലെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഈ വിമർശനം ഉണ്ടാകുന്നത്. ഈ വിമർശനങ്ങളിലെല്ലാം തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വലിയ പോരായ്മ വന്നു, വലിയ തരത്തിലേക്കുള്ള വീഴ്ചയുണ്ടായി. ആ വീഴ്ച എന്തുകൊണ്ടുണ്ടായി, അത് പരിഹരിക്കണം എന്ന ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ പ്രളയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഓഫീസ് ബ്രീഫ് ചെയ്യും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ഓഫീസ് ബ്രീഫിംഗിലൂടെ മാത്രം ഒഴിവായി പോകാൻ കഴിയുന്ന കാര്യമാണോ ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. മറുവശത്ത് CPM ക്യാമ്പുകൾ കഴിഞ്ഞ കാലങ്ങളിലെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയൻ
വിജയന്റെ പ്രതികരണങ്ങളും അന്നത്തെ ഇടപെടലുകളും അടക്കം സാമൂഹ്യ മാധ്യമങ്ങൾ വീഡിയോകളായും പോസ്റ്റുകളായും എല്ലാം തന്നെ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട്. അത്തരത്തിൽ വലിയ തരത്തിലേക്കുള്ള വിമർശനം, വലിയ തരത്തിലേക്കുള്ള വീഴ്ചയുണ്ടായി എന്ന തരത്തിലേക്കുള്ള പരാതികൾ, ആരോപണങ്ങളെല്ലാം തന്നെ ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നു. ആ കടുത്ത വിമർശനമാണ് CPM ഉയർത്തുന്നത്. ഏകോപനത്തിലുണ്ടാകുന്ന വീഴ്ച പരിഹരിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയാണ്. റാന്നിയിൽ ഡാം തുറന്നത് വിട്ടതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പൊന്നാനി സന്ദർശനം, വിരുന്ന്, സ്വകാര്യ ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിനെ കൊണ്ടുപോകരുത് എന്നുള്ളതാണ് ഇപ്പോൾ CPM മുന്നോട്ട് വയ്ക്കുന്നത്.